ഷുഹൈബ് ഷുഹൈബ് കൊലക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി. ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ആദ്യം ഷുഹൈബ് വധക്കേസ് എന്ന് വായിച്ചിട്ട് പിന്നീട് തിരുത്തിയിട്ട് ഷുഹൈബ് കൊലക്കേസ് എന്ന് വായിച്ചത് എന്ന്. കൊലക്കേസും വധക്കേസും തമ്മിലുള്ളൊരു വ്യത്യാസം, വധക്കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വധം എന്ന് പറയുന്നത്, വധശിക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് നിയമപരമായിട്ട് കോടതി നൽകുന്ന ശിക്ഷയാണ് വധശിക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വധക്കേസാവുന്നില്ല, മറിച്ച് കൊലക്കേസാണ്. അങ്ങനെ വധവും കൊലയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഷുഹൈബ് വധക്കേസ് എന്ന് വായിച്ചതിനെ ഞാൻ ഷുഹൈബ് കൊലക്കേസ് എന്ന് തിരുത്തുകയാണ്. അങ്ങനെ ഷുഹൈബ് കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് തില്ലങ്കേരി ചുവന്ന നിറമുള്ള ഒരു തുറന്ന ജീപ്പിൽ ആർഭാടത്തോടു കൂടി രാജാവിനെ പോലെ നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ച ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. സീറ്റ് ബെൽറ്റ് പോലും ധരിച്ചിരുന്നില്ല. ആ വാഹനത്തിനാണെങ്കിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആ വാഹനം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി ഇന്ന് ഉത്തരവിട്ടു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഇത്തരം വാഹനങ്ങൾ റോഡിൽ പാടില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള മറ്റു വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ RTOയ്ക്കും പോലീസിനും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഓരോ രൂപമാറ്റത്തിനും 5000 രൂപ പിഴ ഈടാക്കാനും കോടതി ഉത്തരവിട്ടു. നിയമലംഘകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വാർത്ത. ഇതിൽ തന്നെ കോടതിയുടെ ഇടപെടലിന് പുറമെ MVDയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നു. 9 കുറ്റങ്ങളാണ് ആകാശ് തില്ലങ്കേരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം 45,000 രൂപ പിഴ വിധിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ ഷുഹൈബ് കൊലക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ യാത്രയിൽ മോട്ടോർ വാഹന വകുപ്പ് കൂടി നടപടിയെടുത്തിരിക്കുന്നു. വിവാദങ്ങൾക്കൊടുവിൽ വാഹന ഉടമയായ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനെതിരെ കൂടി MVD നടപടിയെടുത്തിരിക്കുന്നു. 9 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 45,000 രൂപ പിഴയടയ്ക്കണം. വാഹനത്തിൻ്റെ RC സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നു. ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനം ഹൈക്കോടതി നടത്തിയതിനും നടപടി നിർദ്ദേശിച്ചതിനും പിറകെയാണ് ഇപ്പോൾ MVDയുടെ ഭാഗത്ത് നിന്ന് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഒരു യാത്രക്കാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന ഓട്ടോ ഡ്രൈവറെ കുറിച്ചുള്ള വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായിരിക്കുന്നു. നല്ലളം കുണ്ടായിത്തോട് സ്വദേശി കുളത്തറമ്മൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ രാത്രികാലത്ത് സ്ഥിരം ഓട്ടോ ഓടിക്കുന്ന ഉണ്ണികൃഷ്ണന് ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അതിലൊരു വലിയ തമാശ ഒളിഞ്ഞിരിക്കുന്നു. എന്തായാലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സ്വർണം മോഷ്ടിച്ച കായംകുളം കൊച്ചുണ്ണിയാണോ എന്നൊക്കെ പ്രേക്ഷകർ സംശയിച്ചേക്കാം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാവും. കമ്മീഷൻ രാജ്പാൽ മീണയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ആസ്പദമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് നഗരത്തിലെ സ്ഥിരം